ഹലോ, ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജർമ്മനിയിൽ എങ്ങനെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാമെന്ന്. അപ്പോൾ അതിനായിട്ട് രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളത്. ഇവിടെ രജിസ്റ്റേർഡ് നഴ്സിനുള്ള എക്സാം, അത് അൻപാസിംഗ് ലഹറും എന്ന് പറയും. പിന്നെ ഉള്ളത് കണ്ടിന്യൂസ് പ്രൂഫിംഗ് എക്സാം. അപ്പോൾ ഈ അൻപാസിംഗ് ലഹറും എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നമ്മുടെ കെയർ ഫെസിലിറ്റി നമുക്കൊരു ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ, അതായത് പ്രാക്ടിക്കൽ സെക്ഷനിൽ നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അവർ നമ്മളെ അസസ് ചെയ്തുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ 6 മന്ത് ആവാം, 12 മന്ത് ആവാം. അത് കഴിഞ്ഞിട്ട് അവർ നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മുടെ അസസ്മെൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അത് അവിടെ ഒരു എക്സാം എന്ന് പറയുന്ന ഒരു കാരണം അവിടെ ഇല്ല. കാരണം അവിടെയുള്ള ഒരു പ്രാക്ടീസ് അനലൈറ്ററോ അല്ലെങ്കിൽ ആരുടെ സൂപ്പർവൈസറി നമ്മൾ അസിസ്റ്റ് നമുക്ക് അനുകൂലമായ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു നഴ്സായിട്ട് രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാൽ കെൻഎസ്എ പ്രൂഫൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ടും ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അതായത് ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു ഓറൽ എക്സാം കാണും, ഒരു പ്രാക്ടിക്കൽ എക്സാം കാണും. അത് കഴിഞ്ഞ് നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് വർക്ക് ചെയ്യാം. പക്ഷേ പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് നമ്മുടെ കെൻഎസ്എ പ്രൂഫിംഗാണ് ബെസ്റ്റ്. കാരണം അത് 3 to 4 മന്തിനുള്ളിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അത് ഓരോ സ്റ്റേറ്റിനെ ബേസ് ചെയ്തിരിക്കും കേട്ടോ. ചിലയിടത്ത് ഇച്ചിരിയായിട്ടും നീണ്ടു പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇച്ചിരി കൂടെ കോൺഫിഡൻ്റ് ആണെങ്കിൽ, അതായത് നമുക്ക് ലാംഗ്വേജ് പ്രൊഫഷൻസിയും അങ്ങനത്തെ കാര്യങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് പറയുന്നത് നമുക്ക് ബെസ്റ്റ് കെൻഎസ്എ പ്രൂഫിംഗ് ആണ്. നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും.